ഈ മണ്ണാർക്കാട് ഇതൊക്കെ പറയാൻ ഇയാളെ കൊണ്ടുവന്ന എന്തിനാ? കുത്തുബിയ്യത്ത് വാർഷികത്തിനാണ്. അതാണ് ഏറ്റവും വലിയ രസം. കുത്തുബിയ്യത്തിനെ കുറിച്ച് ഇയാളെ നിലപാടെന്താണ് അത് മണ്ണാർക്കാട്ടുകാരിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. കുഴഞ്ഞ വാപ്പ എന്നാണ് ആരെക്കുറിച്ച് തന്നെ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ ഔസുല്ലാദമിനെ കുറിച്ച് എന്താ പറയാന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇയാളെ കുത്തുബിയ്യത്ത് എന്താണെന്ന് അറിയങ്ങൾ? അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലും മണ്ണാർക്കാട് അയാൾ കുത്തുബിയ്യത്ത് വാർഷികത്തിൽ വന്നതുകൊണ്ട് ഇയാൾ മുമ്പ് കോഴിക്കോട് മർക്കസിൽ ഒരു കുത്തുബിയ്യത്ത് വിശദീകരണം നടത്തി. കുത്തുബിയ്യത്ത് എന്താന്ന് പറഞ്ഞു കൊടുക്കുന്ന പരിപാടി. അയാൾ കുത്തുബിയ്യത്ത് പറയുന്ന 3-4 ഭാഗം നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടുപോവാം. അയാളെ കുത്തുബിയ്യത്ത് ഏതാണ്? പറയട്ടെ, പേരോട് തന്നെ വരട്ടെ. കുത്തുബിയ്യത്തിൻ്റെ ആ ഏട് നോക്കിയിട്ട് അതിലുള്ള സംഗതി ഒന്ന് പറയാം. അതിൽ ഫസ്റ്റ് തന്നെ തുടക്കം ഫാത്തിഹ ഓതിയിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അള്ളാഹുവിന് സർവസ്തുതിയും. എല്ലാം റബ്ബ്. അതിന് ശേഷം അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുവേ ഇന്നാ നതവസ്സലു ഇലൈക ബിവലിയിക ഖുത്ബിനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി. അല്ലാഹുവേ നിന്നിലേക്ക് നിന്റെ വലിയായ ഖുത്ബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി അവറുകളെ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അല്ലാഹ് വഖദ് തവജ്ജഹ്നാ ഇലൈക ബിവലിയിക ഖൗസിനാ വസയ്യിദിനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി. അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ മുന്നിട്ടിരിക്കുന്നു. അത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ മുൻനിർത്തി നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് ഖുതുബിയ്യത്തിൽ, ഫദ്ഫഅൽ വബാഅ അന്നാ, ഞങ്ങളിൽ നിന്ന് മാരകമായ രോഗം നീ തടുക്കണം. വഅൻ അഹ്ലി ബലദിനാ വബൈതിനാ, ഞങ്ങളുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും. ആ ദുആ മൊത്തം വായിക്കേണ്ടിട്ടോ. അതിന്റെ ഫസ്റ്റിലുള്ള ദുആ ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ നീയാണ് എല്ലാം നിനക്കാണ് സ്തുതി, ഒക്കെ നിന്നിലേക്ക് ഞങ്ങൾ മുന്നിടുകയാണ്. നീ ഞങ്ങളുടെ ഈ ആദി എല്ലാ മുസീബത്തുകളെയും ഞങ്ങൾക്ക് നീക്കിത്തരണം എന്നൊക്കെ പറയുന്ന ദുആ ആണ്. അയാൾ ഒന്ന് പറഞ്ഞു കുത്തുബിയ്യത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലെവിടെ പ്രശ്നം എന്ന് അയാൾ ചോദിക്കണത്, ഇതിലെന്താ പ്രശ്നം എന്നിട്ട് അയാൾ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്, പിന്നെ കുത്തുബിയ്യത്തിൻ്റെ തുടക്കത്തിൽ ഒരു ബൈത്തുണ്ട്, ആ ബൈത്തിൽ എവിടെയാണ് പ്രശ്നം? അത് ഞാൻ അടുത്ത് കേട്ടോ, പറയട്ടെ. ഒന്ന് ഇരുന്ന് ആലോചിക്കണം. അതിനറിയോ, ഞാൻ ആദ്യം ഇവിടെ ചൊല്ലിയ പദ്യയില്ലേ, ഖുതുബിയ്യത്തിന്റെ മുമ്പിൽ ചൊല്ലുന്ന പദ്യാണ്. ഇൻ അബ്തഗത് ഗാറത്തുൽ അർഹാമി വബ്തഅദത് അന്നാ ഫഅസ്റഉ ശൈഇൻ ഗാറത്തുല്ലാഹി എന്ന് തുടങ്ങുന്ന ആ പദ്യം. അത് പൂർണ്ണമായി നിങ്ങൾക്ക് വേണമെങ്കിൽ മഹ്ലറത്തുൽ ഖാദിരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ കീഴക്കരയിൽ ഒരു വലിയ സ്ഥാപനം ഉണ്ട്, അതിന്റെ ചുമരിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ആശയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. തുടക്കം തന്നെ കുടുംബ ബന്ധവും മറ്റുള്ളവരൊന്നും സഹായം കിട്ടുന്നില്ലെങ്കിൽ, അതൊക്കെ കിട്ടാൻ വൈകാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ സഹായമാണ് എപ്പോഴും എങ്ങനെയും കിട്ടാനുള്ളത് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിൽ പറയുന്ന വിഷയം എന്താണ്? ലം യുർതജാ കസ്ഫുലുദ്ദിൻ സുമ്മ ഹാദിസത്തിൻ ഫി കുല്ലിനാ. ഇന്നബത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആദ്യം ചൊല്ലുന്ന ബൈത്ത് ഔസുല്ലാദമിന്റെ ബൈത്താണ്. ആ ബൈത്ത് അയാൾ കായൽപട്ടണത്തോടെ ചെല്ലുമ്പോൾ ചുമരുമ കണ്ടു എന്നാണ്. അത് അവിടുന്നെങ്കിലും കണ്ടു നന്നായി. എന്നിട്ട് അതിങ്ങനെ പാടാം. അതിൽ അള്ളാഹിനെ കുറിച്ച് അള്ളാഹിൻ്റെ സഹായമൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഇപ്പം 2 സ്റ്റെപ്പായി. ഒന്ന് ആദ്യത്തെ ദുആയി, 2 അതിൻ്റെ ആദ്യം നമ്മൾ ചൊല്ലുന്ന ഇൻ അബ്തഗത് ഗാറത്തുൽ അർഹാമി എന്നുള്ള ബൈത്തും. ഇനി എന്താ ഉള്ളത്? ഇനിയാണ് കുത്തുബിയ്യത്തിൻ്റെ മർമ്മത്തിലേക്ക് വരുന്നത്. ഖസീദത്തുൽ ഖുതുബിയ്യ, മഹാനരായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ രചിച്ച കുത്തുബിയ്യത്തിൻ്റെ വരികൾ ഒരൊറ്റ ഒന്നും പാടില്ല. അതിലേക്ക് കടന്നു പോയതേ ഇല്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഒരൊറ്റ ചാട്ടാണ് ഇതിൻ്റെ അവസാനത്തെ ദുആയിലേക്ക്. പെട്ടുള്ള അടുത്ത് കുത്തുബിയ്യത്തിൽ എന്താ കുഴപ്പമെന്നാ വഹാബിനോട് ചോദിക്കുന്നത്. ആ അവസാന ദുആയിലേക്ക് ചാടുന്ന കൽപ്പിച്ചു കൊടുക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് കുത്തുബിയ്യത്തിലെ ആദ്യത്തെ ദുആ. ഇനി അവസാനത്തെ ദുആ നോക്ക് നിങ്ങൾ. കുത്തുബിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്നാണ് ഈ പാവം മനസ്സിലാക്കിയിട്ടുള്ളത്. അവരെ പിന്തുടരുന്ന അനുയായികളും മനസ്സിലാക്കിയത്. ഇനി നിങ്ങൾ നോക്കൂ, അതിന്റെ പേരിലാണ് പള്ളി അമ്പലമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇനി ഇതിലുള്ള ബാക്കി തീർത്തുമ്പോൾ പറഞ്ഞാൽ ഇത് തന്നെ പറയുന്നുണ്ട്. ഈ കുത്തുബിയ്യത്തിൻ്റെ അർത്ഥം വെക്കുകയാണെങ്കിൽ കുറേ സമയം വേറേണ്ടി വരും. ഇനി ഇതിൽ നിങ്ങൾ നോക്ക്, അള്ളാഹിനോട് പറയാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആർക്കും ഒരു കഴിവും ഇല്ല
അല്ലാഹു നീ കൊടുക്കുന്ന കഴിവ് കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരാൾക്കും ഇല്ല. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ختمنا على أنفسنا وديننا وأهلنا وأموالنا وأولادنا بخاتم الأنبياء ختمنا بخاتم أسماء العظام بخاتم لا إله إلا الله محمد رسول الله حقا. ലാസ്റ്റുള്ള ദുആയിലാ പറ്റിയത്. നേരെ ആദ്യത്തെ ദുആ ഇന്നബുത്തോത്ത്, പിന്നെ ലാസ്റ്റുള്ള ദുആ. അത് ലാസ്റ്റുള്ള ദുആ ഒന്നുകൂടി പറയുന്നുണ്ട്. ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്കട്ടെ. ഖുതുബിയത്തിലെ ദുആയിൽ തന്നെയുള്ള എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹഖ്ഖാ. ഇതെങ്ങനെ ശിർക്കാകുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദാണെന്ന് പറയുന്ന കാര്യം ശിർക്കാണ് എന്ന് മൗലവിമാര് വിധിക്കുന്നതിന്റെ പേരിലാണ്. ഇനി ഇതിൽ തന്നെ കാണാം അല്ലാഹുമ്മ യാ വലിയൽ ഔലിയാഇ. അല്ലാഹുവേ സർവ്വ ഔലിയാക്കളുടെയും. വഹാബികൾ സംസാരിക്കുന്നതിനെ കുറിച്ചേ അല്ല. വഹാബികൾ ശിർക്കാന്ന് പറയുന്നതിന്റെ ആദ്യത്തെ ദുആവോ അവസാനത്തെ ദുആവോ ഇന്ന പുസ്തകത്തിനെ കുറിച്ചൊന്നുമല്ല. പണ്ടൊരാള് ഒരു പശുവിനെ കിട്ടിയപ്പോൾ അലോൺസ് ചെയ്തൊരു കഥ ഉണ്ടല്ലോ. ഒരു കയറ് കിട്ടിയിട്ടുണ്ട്, പിന്നെ മെല്ലെ പറഞ്ഞു എന്ത്, അതിൻ്റെ തലയിൽ ഒരു പശു ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഭാഗം മിണ്ടിയിട്ടില്ല. എന്നിട്ടിങ്ങനെ അതിങ്ങനെ ഒപ്പിച്ച് പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ഈ ബൈത്ത് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. അതിന് മൂപ്പര് ഇങ്ങനെ പ്രധാനപ്പെട്ട അള്ളാഹിനെ കുറിച്ച് മാത്രം പറയുന്നതിൻ്റെ ഇടയിൽ ചെറിയ ഒരു തവസ്സുലും ഉണ്ട് എന്നാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ തവസ്സുലാക്കിയിട്ടുള്ള 2 ബൈത്തുകളുണ്ട്. അത് ചെറിയൊരു കാര്യം, അത് പ്രശ്നമല്ല. അത് തന്നെ തവസ്സുലും. ഇയാളെ കുത്തുബിയത്തിന് കൊടുന്ന ചങ്ങായിമാരെ എന്താ നിങ്ങളെ കഥ? അവക്ക് അതും കൂടി പറഞ്ഞോട്ടെ. എനിക്ക് അല്ലാഹു തആല മതി. ഇങ്ങനെ കൃത്യമായ അല്ലാഹുവിൽ ലയിക്കുന്ന തൗഹീദ്, ആ തൗഹീദ് പഠിപ്പിച്ച മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ചൊല്ലുന്ന പദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഖുതുബിയ്യത്ത്. ആ ഒറ്റ വാക്കിൽ അത് ഒതുക്കി. ഖുതുബിയ്യത്തിന്റെ ഖസീദത്തുൽ ഖുതുബിയ്യത്തിന്റെ ഒരൊറ്റ വരി പാടിയില്ല. എവിടെ എത്തി വല്ല ഖുതുബിയ്യത്ത് വിശദീകരണം? ഖുതുബിയ്യത്തിന്റെ മർമ്മം എന്താ? അള്ളയാണ് ഇതൊക്കെ തരുന്നതിൽ ഈ തർക്കമല്ലല്ലോ. അള്ള എല്ലാം കൊടുത്ത മഹാനാണ്. അബ്ദുൽ ഖാദിറുൽ ജീലാനി അതാ യാ ഖുതുബ അഹ്ലിസ് സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വജൂദൈഹിം ബഗൈസഹുമാ യബ്നൽ അലിയൈനി ഖദ് أحرزت إرثهما يا خير من كان يدعى محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني. ഈ വരി അംഗീകരിക്കാൻ ഇന്നത്തെ AP സമസ്തക്ക് കഴിയോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്തായാലും പറഞ്ഞറിയോ? ആകാശഭൂമികൾക്ക് കുത്തുബായി വന്നവരെ, ആകാശഭൂമികൾക്ക് കുത്തുബായി വന്നവരെ, ആകാശത്തും ഭൂമിയിലുമുള്ള സർവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നത് അങ്ങയിലൂടെയാണ്. അങ്ങ് കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. അങ്ങാണ് അവരുടെ കുത്തുബ്. ഓരോ കാലത്തും കുത്തുബുണ്ട്, അക്കാലത്തും മുമ്പരാണ്. അംഗീകരിക്കാൻ അത് പാടാത്ത് അതിൽ മുജാഹിദിന് തർക്കണ്ടോ? അവിടെ മുജാഹിദ് ആരോ പറഞ്ഞോ കുത്തുബിയത്തിൻ്റെ അപ്പുറപ്പുറമുള്ള ദുആയിലെന്തോ ശിർക്കുണ്ട്? മുജാഹിദിനോട് ചോദിക്കുക, അതിലേടാ ശിർക്ക്? അതിലല്ലെങ്കിൽ ഇത് പാട്. എന്നിട്ട് അടുത്ത് പറഞ്ഞെന്താ? അതായത് ഫുള്ള് പാടണ്ടിയാ. ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ നത്വാർ അഅ്താക മിൻ ഖുദ്റത്തിൻ ما شئت من مستطاع فأنت مقتدر في خلقه ومطاع أنت الوكيل له يا محي الدين يا محي الدين يا محي الدين يا عبد القادر. അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? എന്താ പറഞ്ഞ്? അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായി നിങ്ങൾ മാറിയപ്പോൾ അഅ്താക അള്ളാഹു നിങ്ങൾക്ക് തന്നു മിൻ ഖുദ്റത്തിൻ മിൻ മുസ്തത്വാ,
നിങ്ങൾ ഉദ്ദേശിച്ചത് ചെയ്യാനുള്ള ഖുദ്റത്ത് നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല. അൻതൽ വകീലു ലഹു, അല്ലാഹ് എല്ലാം ഏൽപ്പിച്ച ആളാണ് നിങ്ങൾ. AP സമസ്ത കുറേ എണ്ണല്ലേ, ഒന്ന് വായിച്ച അർത്ഥം വെക്കിങ്ങള്. എന്നിട്ട് ഈ ചങ്ങായിനെ എന്തിനാ കുത്തുബിയത്ത് വാർഷികത്തിന് കൊടുന്നു എന്നാ ഈ സംഘാടകരോട് ഞാൻ ചോദിക്കണത്. കുത്തുബിയത്ത് പറയാനായിട്ട് വെച്ച സദസ്സിലാണ് ഇയാൾ 2 വരി അപ്പുറപ്പുറം വരിച്ച് ഇത് പാടാതിരുന്നത്. ഒന്നും അംഗീകരിക്കാൻ കഴിയില്ലാന്ന്. കമ്മിൻ കറാമാതി ഹഖിൻ മിൻക ഖദ് ലഹറത് മുനീറത്തും ഫീ ഖുലൂബിൽ ഖൽഖി ഖദ് സഹറത് കമുഅ്ജിസാതി നബിയിൻ ഫിൽ വറസ്തഹറത് യാ മൻ ദഅ റബ്ബുഹു യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി മുഹിയദ്ദൽ ഖാദിർ. ഏതായാലും നല്ലൊരു കുത്തുബിയത്തോടെ നടന്നോട്ടെ വെച്ചിട്ടാണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കുത്തുബിയത്തോടെ വേണ്ടല്ലോ. എന്താ പറഞ്ഞ, എത്ര കറാമത്താണ് നിങ്ങളിൽ നിന്ന് വെളിവായത് ശൈഖവറുകളെ. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അത് കറാമത്തുകൾ വെളിവായി, അതിങ്ങനെ പ്രകാശിച്ചു നിൽക്കുകയാണ്. എല്ലാവർക്കും അറിയാം, അത് അമ്പിയാക്കളിൽ ഉന്നതരായ മുത്ത് റസൂല്, അവിടുത്തെ മുഅ്ജിസത്ത് ആളുകൾക്കിടയിൽ പ്രസിദ്ധമായ പോലെ. ലാസ്റ്റ് എന്താ, കണ്ടോ, റബ്ബ് വിളിച്ചു നിങ്ങളെ. എന്ത് വിളിച്ചു? യാ മുഹിയദ്ദീൻ. കണ്ടോ, മുഹിയദ്ദീൻ റബ്ബ് വിളിച്ചതാണ്. ഗൗസുൽ ആലം റബ്ബ് വിളിച്ചതാണ്. എന്താ പേരോടെ അഭിപ്രായം? ഒന്ന് പാടി അർത്ഥം വെക്കുക. കുത്തുബിയത്ത് വിശദീകരിക്കുക. കഴിഞ്ഞിട്ടില്ല, പിന്നെങ്ങനെ പോയിട്ട് പറയല്ലേ അതിന്റെ മർമ്മഭാഗം. അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി صرما لغفوته عجبته مسرعا من أجل دعوته فليدع يا عبد القادر محي الدين يا محي الدين يا محي الدين يا عبد القادر. എന്നെ 1000 വട്ടം വിളിച്ചാൽ, അതിൻ്റെ നിബന്ധനയോടെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. പേരോടിൻ്റെ അടിത്തറ ഒലിച്ചങ്ങ് പോവും. കഅബനോട് പറയണ പോലെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് തരും. റസൂലുള്ളാഹി എന്നെ വിളിച്ചോ, വിളിച്ചാൽ അജബുതൂന, ഞാൻ ഉത്തരം ചെയ്യും. ഞാൻ നിങ്ങൾ ദ്വാരുന്ന കാരണം കൊണ്ട് സാവിയത്തു സൂഫിയ മശായിഖിന്റെ അഹ്ലിനല്ലാതെ ആർക്കുണ്ട് ഇത് പറയാനുള്ള ധൈര്യം? സുന്നി എന്നും പറഞ്ഞിരിക്കുകയാണ് അത്രേ. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിൽ വഹാബിക്ക് എന്താ തർക്കം? ഓനയിൽ തർക്കം ഉണ്ടാവും? ഓനത് അംഗീകരിക്കണില്ല, ഇയാളും അംഗീകരിക്കണില്ല. അള്ളാഹിന്റെ ആളുകളല്ല വരും. അമ്പിയ ഔലിയാക്കളില്ലാതെ അള്ളാഹിന്റെ ആളെങ്ങനെ ആവുക? പിന്നെ അങ്ങോട്ട് പോവല്ലേ. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർദി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ അബ്ദുൽ ഖാദിർ ജിലാനി. നേരെ വിളിക്കല്ലേ. യാ സയ്യിദി, എൻ്റെ അഭയകേന്ദ്രമായ എൻ്റെ സയ്യിദായ ശൈഖവറുകളെ, സനദി, എൻ്റെ അവലംബം, എൻ്റെ രേഖ, എൻ്റെ എല്ലാം, ഔസി, എന്നെ നേരിട്ട് സഹായിക്കുന്ന ശൈഖേ. ഒരു പോയിന്റും കൂടി ഉണ്ട് അവിടെ. മുഹിയദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾക്ക് വേണ്ടി കുത്തുബിയത്ത് ചെല്ലുമ്പോ ആ സഹായം തരുന്നതും അതാദ്യം കേൾക്കുന്നതും കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഗൗസായിരിക്കും. നിങ്ങൾ ചെല്ലിയിട്ടും കാര്യമില്ല. ഷാദുലിൻ്റെ ആയി തന്നെ നിങ്ങളിങ്ങനെ ആടുക എന്നല്ലാതെ ഇജാസത്തുള്ള ആട്ടാണോ ഇത്? അതിനെന്നപ്പല്ല. ഇതാള് വേണ്ടേ? അപ്പൊ എന്താ പറഞ്ഞേ? കുല്ലി ലഹീറൻ, അങ്ങ് എനിക്ക് സഹായിയാകണം, അങ്ങ് സഹായിയാകണം. അങ്ങ് മുഖേന അല്ലാന്നല്ല, അത് വേറുണ്ട്.
അതല്ലേ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി പിടുത്തം വിട്ടുപോയി. എന്താ പറഞ്ഞ്? ബസ്സിറു ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലളാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീനി മുഹിയദ്ദീനി യാ മുഹിയദ്ദീൻ യാ അബ്ദൽ. കണ്ടില്ല നിങ്ങൾ? നേരെ പറയാ, ഞങ്ങൾക്ക് ഹിദായത്ത് തരണം ശൈഖ് അവറുകളെ, നിങ്ങൾ പോയ വഴിയിൽ ഞങ്ങളെയും പ്രവേശിപ്പിക്കണേ, മാത്രമല്ല ഞങ്ങളുടെ ഹൃദയത്തിന് ബസീറത്ത് തരണേ. നിങ്ങളോട് ഞങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാ? ഫല്ലാഹു അഅതാകഹു, അല്ലാഹ് നിങ്ങൾക്ക് അതിന് അധികാരം തന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെ അതിൻ്റെ ആള്. ഫഅൻത മാലികുഹു, നിങ്ങൾ അതിൻ്റെ ഉടമസ്ഥനാണ്, നിങ്ങൾക്ക് തരാൻ കഴിയും. മാത്രല്ല വനജ്ജിഹി മിൻ ലളാ, നരകത്തുനിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ. ഇത് പറയാൻ മശായിഖിന്റെ കൂടെ സഹവസിച്ചവർക്കല്ലാതെ അർത്ഥം മനസ്സിലാക്കി പറയാൻ ആർക്കുണ്ട് ധൈര്യം? പേരോടൊന്ന് പറയട്ടെ, മുഹിയുദ്ദീൻ ശൈഖേ ഇന്നൊന്ന് നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരണേ. ഇടപെടലും ഇടയിൽപ്പെടലൊന്നുമല്ല, നേരിട്ട് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗം തരാൻ കഴിയും എന്ന ഉറപ്പോടെ പറയാൻ ഒരു ടീമുണ്ടെങ്കിൽ അതാണ് മശായിഖിന്റെ അഹ്ലി എന്ന് ഈ വ്യാജ സുന്നികൾ പഠിക്കട്ടെ. നിങ്ങൾ എന്ത് സുന്നികളാണോ? എന്നിട്ട് ലാസ്റ്റ് എന്താ പറഞ്ഞേ? സുൽത്താന കുല്ലി വലിയിൻ, എല്ലാ ഉലിയാക്കൾക്കും മുകളിൽ സൽത്തനത്തുള്ള ശൈഖ് അവറുകളെ. എന്നിട്ട് ഇതൊക്കെയാണോ ഒഴിവാക്കിയിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതെന്നെ പെങ്ങളും വിചാരിച്ചു ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖുതുബിയത്തിന്റെ വാർഷികത്തിന് കൊണ്ടുവന്നൊരു സാധന. സംഗതി എന്താണെന്നറിയ, ഞാൻ അതിൻ്റെ രഹസ്യം കൂടി പറഞ്ഞുതരാം. ഈ ഇബ്നു തൈമിയ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാൾക്ക് യഥാർത്ഥത്തിൽ ഈ തവസ്സുലിനയക്ക് പ്രശ്നമല്ല. ഏത് ബറക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടയാളനായി നിന്നുകൊണ്ട് സഹായിക്കണം എന്നു പറയുന്നതിനെതിരില്ല ആര്? മിസ്റ്റർ ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയുടെ അതേ വാദം ഇയാൾക്ക് പിടിപെട്ടതാണ്. ഇയാൾ കുറച്ചു കാലമായി ഇബ്നു തൈമിയന്റെ കിതാബുമലാണുള്ളത്.